ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ പുതിയ വർഷത്തിൽ ഉണ്ണീശോയുടെ പിറവിയുടെ ജൂബിലി ആഘോഷിക്കുന്ന ഈ 2025 പുതുവർഷത്തിൽ ചെയ്യാനായിട്ട് ഒരു 3 കൊച്ചു കാര്യങ്ങൾ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഒത്തിരി പേര് കഴിഞ്ഞ ഞായറാഴ്ച ആബ്സെൻ്റ് ആയിരുന്നു. കാരണം ക്രിസ്മസിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചെത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊച്ചു വീഡിയോ ടീച്ചർ ചെയ്യുന്നത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം 3 കാര്യങ്ങൾ എന്താണെന്ന്. ആദ്യത്തെ കാര്യം വചനം മാംസം ധരിച്ചാണ് ഈശോ ഈ ഭൂമിയിൽ ജനിച്ചത്. അപ്പോൾ ആ വചനത്തിൻ്റെ പ്രാധാന്യം എന്തോ ഒരു കൊച്ചു വചനമെങ്കിലും എഴുതി വയ്ക്കാനും പഠിക്കാനും ശ്രമിക്കുക. ഓരോ കൊച്ചു വചനങ്ങൾ. നമ്മുടെ അതിരൂപത ഒത്തിരി വചനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് നൂറുമേനിയുടെ പുസ്തകത്തിലൂടെ. അപ്പോൾ അതിൽ നിന്നുള്ള വചനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വചനങ്ങളാണെങ്കിലും അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓരോ കൊച്ചു വചനം ഒരു ദിവസം പഠിക്കുക, ഒരു ദിവസം ഒരു കൊച്ചു വചനം അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 10-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന്. അപ്പം ഈശോയുടെ ജനനം വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കും നമ്മുടെ പ്രവൃത്തികൾ മൂലം അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്ക് മൂലം അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ചിരി അതായാലും മതി വേറൊരാളെ സന്തോഷിപ്പിക്കാൻ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ പ്രവൃത്തി മൂലമോ വാക്കുമൂലമോ എങ്ങനെയെങ്കിലും നമുക്ക് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ കൂട്ടുകാരെ, സ്കൂളിൽ ചെല്ലുമ്പോൾ ഒത്തിരി സാഹചര്യങ്ങളുണ്ട് നമുക്ക് അല്ലേ. അതൊന്ന് നമുക്കൊന്ന് ചെയ്യാനായിട്ട് പറ്റുമോ നോക്കണം. അതാണ് ടീച്ചർ പറഞ്ഞ ഒരു കാര്യം. പിന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. പക്ഷേ ഇതുപോലൊരു ചെറിയ ബുക്കോ ഡയറിയോ എന്തെങ്കിലും സൂക്ഷിക്കുക. അത് നമ്മുടെ ബെഡിൻ്റെ സൈഡിൽ വെക്കുക. എല്ലാ ദിവസവും രാത്രി നമ്മൾ അന്ന് പഠിച്ച ആ വചനം ഒന്ന് കുറിച്ചിടുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഞാൻ കാരണം ആരാ സന്തോഷിച്ചതെന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യുക. നമുക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഡയറി തുറന്നിട്ട് ആ വചനം ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കുക. പിന്നെ നമ്മൾ കാരണം ഒരാൾ സന്തോഷിച്ചു എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഒത്തിരി സന്തോഷം തരും. അപ്പോൾ ഈ കാര്യങ്ങളാണ് പുതിയ വർഷത്തിൽ ചെയ്യാനായിട്ട് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. മറക്കില്ലല്ലോ. വചനം പഠിക്കണം. നമ്മൾ മൂലം, നമ്മുടെ പ്രവൃത്തി മൂലം, നമ്മുടെ വാക്ക് മൂലം ഒരാളെങ്കിലും കൂടുതൽ പേരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ അത്രയും നല്ലത്. സന്തോഷിക്കാൻ ഇടവരണം. പിന്നെ ഒരു ഡയറി സൂക്ഷിക്കുക, അതിലിത് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ള, ഒത്തിരി അനുഗ്രഹപ്രദമായ, ഒത്തിരി സമാധാനപൂർണ്ണമായ ഒരു 2025 ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.